ഞാനും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിനയനും അങ്ങേ തലക്കൽ വരെ പോയി. ഇവിടെ ഡ്യൂട്ടിയിലുള്ള ആളുകൾ, ബാത്റൂമിലെ ജീവനക്കാർ, ഈ ശൗചാലയത്തിലെ ജീവനക്കാർ, അവർക്കൊക്കെ ഈ ചിത്രം കാണിച്ചു. അവർ കണ്ടോ എന്ന് ചോദിച്ചു. പലരും കണ്ടിട്ടില്ല. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിന് അപ്പുറത്തേക്ക് ഈ കുട്ടി പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്ലാറ്റ്ഫോമിന് ഇവിടെ എവിടെയോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതാണ്, പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ സുരക്ഷിത ആ ഭാഗത്തേക്ക് പോയാൽ സാധ്യതയില്ല. പിന്നെ ഈ ശൗചാലയം, ഈ അകത്തൊരു ശൗചാലയമുണ്ട്, അത് ഉപയോഗിച്ചിട്ടില്ല കുട്ടി. അവിടെയുള്ള ജീവനക്കാർ അത് കൃത്യമായി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുട്ടി പുറത്തേക്ക് ഇതുവഴി നമ്മളിപ്പോൾ നിൽക്കുന്ന കണ്ടോ, തമിഴ്നാട് പോലീസും തമിഴ്നാട് RPFിൻ്റെയും സഹായത്തോടു കൂടി SIക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ എല്ലാവരും പറയുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി പോകാൻ സാധ്യതയുള്ളത് ബീച്ചിലേക്കാണ് എന്നുള്ളത്. അങ്ങനെ ഒരു പരിസ്ഥിതി നമ്മളിപ്പോൾ നമ്മൾക്ക് പോലീസ് 5 പേരാണുള്ളത് കേരളത്തിൽ വന്നത്. RPFിൻ്റെ പ്രത്യേക സംഘമുണ്ട്. ഇവർക്ക് കുറേ പരിമിതി ഉണ്ടാകും. നമുക്ക് സമാന്തരമായി തിരച്ചിൽ നടത്തുന്നതായിരിക്കും കുറച്ചുകൂടി ഗുണകരമാകുമെന്ന് തോന്നുന്നു. നമുക്ക് ആ തരത്തിൽ അതെ, നമ്മുടെ കയ്യിൽ ഫോട്ടോയുണ്ട്. ഇവിടെ കുറച്ചുകൂടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. കുറച്ചുകൂടി വളരെ നല്ല തോന്നുന്നു. നമുക്ക് കൂടുതൽ ആളുകൾ തിരച്ചിൽ നടത്താമെന്നുള്ളത് റോഷി ഇവിടെ തുടരുക, ഞാൻ ബീച്ചിന്റെ സൈഡിലേക്ക് പോകാം. അരുൺ, നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യാണ്. റോഷി ഇവിടെ തുടരുകയാണ്. ഒരു 2 പേരെങ്കിലും പേരുണ്ടല്ലോ. കേരള പോലീസിന്റെ ആ സംഘത്തോടൊപ്പം നമ്മുടെ ഒരു ടീം ഡ്രൈവർ ഷാലുണ്ട്. ആ വിവരങ്ങൾ പ്രേക്ഷകർക്ക് ആദ്യം നൽകാൻ കേരള പോലീസിന്റെ റോഷി ഫുൾ ടൈമായി കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്. അരുൺ, ശരി, നമ്മൾ സമാന്തരമായി ഇങ്ങോട്ടേക്ക് പോയാൽ ഇനി കേരള പോലീസിന് വരേണ്ടത് അവിടേക്കാണ്. അപ്പോൾ TV പ്രസാദ്, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള ഓട്ടോ തൊഴിലാളികൾ, തൊട്ടടുത്തുള്ള ശുചിമുറികൾ, ഈ തൊട്ടടുത്തുള്ള തുറന്നു വെച്ചിരിക്കുന്ന കടകൾ, രാവിലെ എത്തിയ ചായക്കടകൾ, ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് റിപ്പോർട്ടർ TVക്കും TV പ്രസാദിനും അന്വേഷണം നടത്താം. നമ്മുടെ ദൃശ്യങ്ങൾ അവരെ കാണിച്ചു കൊടുക്കാം. ഈ കുഞ്ഞ് അവിടെ എത്തിയിരുന്നു. ഈ കുഞ്ഞ് തൊട്ടടുത്ത് ഭക്ഷണം കഴിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും കടകൾ ഉണ്ടാകുമല്ലോ. കാര്യം കുഞ്ഞ് രാവിലെ 10 മണിക്കാണ് ഭക്ഷണം കഴിച്ചത്. 10 മണിക്കും കഴിച്ചിട്ടില്ല. 9 മണിക്ക് മുമ്പായിരിക്കാം കുഞ്ഞ് ഒരു പക്ഷേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം കുഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞ് എവിടെയെങ്കിലും വാടിത്തളർന്ന് കിടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കുഞ്ഞിൻ്റെ കയ്യിൽ 40 രൂപയുള്ളത് കൊണ്ട് TV പ്രസാദ് കുഞ്ഞ് തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കഴിക്കാതിരിക്കില്ല. അപ്പോൾ ആ കടകളിൽ കൂടി നമുക്ക് ഈ ഫോട്ടോ ഒന്ന് കാണിക്കാം. ഈ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? വളരെ നിർണായകമായിരിക്കും ആ മൊഴി. പോലീസിൻ്റെ അന്വേഷണത്തോടൊപ്പം തന്നെ റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘവും ഈ കുഞ്ഞിനെ തിരഞ്ഞുള്ള അന്വേഷണം തുടങ്ങുകയാണ്. റോഷിപാൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും TV പ്രസാദ് കന്യാകുമാരി ബീച്ചിലേക്കുള്ള പരിസരത്തുമായി അന്വേഷണം നടത്തും. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിൻ്റെ ഫോണിൽ കൂടി ആ ചിത്രങ്ങൾ കൊടുക്കാം. പരമാവധി കൂടുതൽ ആളുകളോട് അവരുടെ പ്രതികരണം ആരായാം. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കുഞ്ഞിനെ കണ്ടെത്താൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമുക്ക് ചെയ്യാം. നമ്മളുടെ 4, 5, 6 പേരടങ്ങുന്ന വാർത്താ സംഘമാണ് ഇപ്പോൾ കന്യാകുമാരിയിലുള്ളത്. ഞങ്ങളുടെ സാരഥികളടക്കം അവരിപ്പോൾ തത്സമയ വിവരങ്ങളിലേക്ക് പോകുന്നു. കേരളത്തിൽ നിന്ന് മിസ്സായി വണ്ടിയിലെന്താ ഇവിടെ വന്നു കന്യാകുമാരി കണ്ടില്ല. ഇല്ല, കണ്ടില്ല. ഏത് വണ്ടി വന്നതാ? ഇല്ല, ഇവിടെ കണ്ടില്ല. അരുൺ, നമുക്കും കാണാൻ പറ്റുന്നവരോടൊക്കെ ചോദിക്കാം എന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായിട്ടും TV പ്രസാദ് അത് തുടരുക. TV പ്രസാദ് എന്തെങ്കിലും ഒരു നിർണായകമായ പോസിറ്റീവ് ലീഡ് കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഞാനൊന്ന് കഴക്കൂട്ടത്തേക്ക് പോകുന്നു. കഴക്കൂട്ടത്ത് സുനിഷ അയ്യല്ലൂരും ഒപ്പം നമ്മുടെ പ്രതിനിധികളുമുണ്ട്. ദിലീപ് ദേവസ്വയുണ്ട്. ഇന്നലെ മിസ്സായതാണ്. ഓക്കെ, നമുക്ക് കഴക്കൂട്ടത്തേക്ക് കൂടി ഒന്ന് പോകാവുന്നതാണ്. ഇന്നലെ 9:37 കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്ന് കുഞ്ഞ് പോകുന്നത്. കണ്ടില്ല.